ഹലോ. SSCയുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ പരീക്ഷകൾ ഇപ്പോൾ നടക്കുകയാണ്. ജൂൺ 20-നും ജൂൺ 21-നുമായിട്ട് ആ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ജൂൺ 20-ന് ക്വസ്റ്റ്യൻസ് നടന്നപ്പോൾ നമ്മുടെ കുറേ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു തന്നു. മാത്രമല്ല നമ്മൾ പഠിപ്പിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ റെസ്പോൺസ് കണ്ടു. പ്രത്യേകിച്ചും സ്റ്റാറ്റിക് GK എന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും ഒക്കെ നമ്മുടെ ക്ലാസ്സസ് കണ്ടവർക്ക് ഒരുപാട് യൂസ്ഫുള്ളായി. ഓഫ്ലൈനായിട്ടും അതുപോലെ ഓൺലൈൻ കോഴ്സൊക്കെ എടുത്തവർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ SSC സെലക്ഷൻ പോസ്റ്റിൻ്റെ ജൂൺ 20-ന് പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ച GKയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ നാളെ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ, അതായത് ജൂൺ 21-ന് പരീക്ഷ എഴുതുന്നവരാണെങ്കിലും ഇനി വരുന്ന മറ്റുള്ള SSCയുടെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഈ GK ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. ക്വസ്റ്റ്യൻസിൻ്റെ മാതൃകയ്ക്ക് ചേഞ്ച് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദിച്ചൊരു ചോദ്യമാണ് ബയോഗ്രഫി ഓഫ് അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദിന്റെ ബയോഗ്രഫിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ബയോഗ്രഫി, നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ മൗലാന അബുൽ കലാം ആസാദിന്റെ ബയോഗ്രഫിയാണ് ചോദിച്ചത്. ഉത്തരം എന്താണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പോൾ എളുപ്പമുള്ളത്, നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് അല്ലേ, നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയുടെ പേര് എന്താണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇനിയും അദ്ദേഹം മരണപ്പെട്ടതെന്നറിയോ? 1958 ഫെബ്രുവരി 22-നാണ് മരണപ്പെട്ടത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജനന ദിവസമായിട്ടുള്ള നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയേണ്ട ഫാക്റ്റാണ്. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മൗലാന അബുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി അദ്ദേഹം ജനിച്ച ദിവസം ചോദിച്ചാൽ ഇയറും കൂടെ വേണമെങ്കിൽ പഠിച്ചോളാം. 1888. ഓർക്കാൻ എളുപ്പമുള്ള വർഷമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. 1888 നവംബർ 11-ലാണ് മൗലാന അബുൽ കലാം ആസാദ് ജനിക്കുന്നത്. ആ ദിവസം നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇനി ഇദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയ വർഷം ഓർക്കുന്നത് നല്ലതാണ്. ഭാരതരത്ന കിട്ടുന്നത് 1992-ആണ്. മരണപ്പെടുന്നത് എന്നാണ്? 1958 ഫെബ്രുവരി 22-ന് ഇദ്ദേഹം മരണപ്പെടുന്നുണ്ട്. ഇനിയും ഇദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടുന്നത് പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞിട്ട് 1992-ആണ്. ഈ മരണപ്പെട്ട ഡേറ്റ് പറയാൻ കാരണം 1958 ഇദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പബ്ലിഷ് ചെയ്യുന്നത്. 1959-ലാണ് ആ ബയോഗ്രഫി പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റും കൂടെ പറഞ്ഞത്. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സും കൂടെ പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബാറ്റിൽ ഓഫ് പ്ലാസിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. ബാറ്റിൽ ഓഫ് പ്ലാസി സമയത്ത് ബംഗാൾ നവാബ് ആരായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ 1757-ലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ അവരുടെ ഒരു ഫുഡ് മാർക്ക് വെക്കാൻ കാരണമായ ഒരു വോറാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്? ബംഗാളിലെ നവാബായ സിറാജ് ഉദ് ദൗള, ഇതായിരുന്നു ഉത്തരം അല്ലേ. സിറാജ് ഉദ് ദൗള വേഴ്സസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി റോബർട്ട് ക്ലൈവ്. ഇവർ രണ്ടും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ഇതിനകത്ത് ആര് ജയിക്കുന്നു? റോബർട്ട് ക്ലൈവ് ജയിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണമാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോദിച്ച ചോദ്യം ബംഗാൾ നവാബ് ആരാണെന്നാണ് ചോദിച്ചത്. ഉത്തരം സിറാജ് ഉദ് ദൗള. ഓക്കെ, അപ്പോൾ 1757 ജൂൺ 23, ആ ഡേറ്റ് ഓർത്തുകൊള്ളുക. ജൂൺ 23-നാണ് ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. 1757 ജൂൺ 23. ഇനി വേണമെങ്കിൽ ബാറ്റിൽ ഓഫ് ബക്സർ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 1764. 1764-ലാണ് ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചോദ്യം ഇങ്ങനെയാണ്: ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതിയിലും ഓഡിയനായിട്ട്, അതായത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓഡിയൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാര്? കോൺസ്റ്റിറ്റ്യൂഷണലി ആ പദവി കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 76 ആണ്. അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 76 ആണ്. നാലാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 26 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അല്ലേ. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുമ്പോഴാണ് വളരെ ക്ലിയർ ആയിട്ട് ഓരോ ആർട്ടിക്കിൾസും പഠിക്കാറുണ്ട്. ഇതിൽ ആർട്ടിക്കിൾ 26 എന്തിനെ പറ്റിയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇനി അതിനകത്ത് എന്താ പറയുന്നത് ചോദിച്ചാൽ, അത് എന്തിനുള്ള റൈറ്റ് ആണ് നമുക്ക്, അല്ലെങ്കിൽ ഒരാൾക്ക് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുവാദം കിട്ടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26. ഓക്കെ, അപ്പോൾ റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26. ഇനി അഞ്ചാമത്തെ ചോദ്യം,
ഓത്ത് ആൻഡ് അഫർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂൾ. നമ്മളൊരു കോഡ് വെച്ച് ഷെഡ്യൂൾസ് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി പഠിക്കാറുണ്ട് അല്ലേ TEARS, ടിയേഴ്സ് ഓഫ് ഓൾഡ് ബി എം. അതിനകത്ത് നമുക്ക് അവിടം വരെ പോകേണ്ട ആവശ്യമില്ല. 1 2 3 എ അല്ലേ, എ അഫർമേഷൻസ്, തേർഡ് ഷെഡ്യൂൾ. പെട്ടെന്ന് ഉത്തരം കിട്ടും. ഈ ഒരു കോഡ് വെച്ച് പഠിച്ചിട്ടുള്ളവർക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമാണ്. അപ്പം ഏത് ഷെഡ്യൂളാണ്? തേർഡ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 4ാമത്തെ ഷെഡ്യൂൾ ആണെങ്കിൽ എന്താ? അത് രാജ്യസഭയിലേക്കുള്ള സീറ്റ് അലോക്കേഷൻ ആണ് 4th ഷെഡ്യൂൾ. ഇത് തേർഡ് ഷെഡ്യൂൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടി. ഓത്ത് ആൻഡ് അഫർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂൾ 3. അടുത്തത് ത്രിംബകേശ്വർ ടെമ്പിൾ വാസ് ബിൽറ്റ് ബൈ. ആരാണ് ത്രിംബകേശ്വർ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്നത്? എവിടെയാണ് ഈ ടെമ്പിൾ ഉള്ളത്? ടെമ്പിളിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നാസിക്, മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. നാസിക്, മഹാരാഷ്ട്ര. ഇത് ആരാണ് ബിൽറ്റ് ചെയ്തത്? ആരാണ് അത് ഉണ്ടാക്കിയതെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? പേഷ്വ ബാലാജി ബാജിറാവ് തേർഡ്. പേഷ്വ ബാലാജി ബാജിറാവ് തേർഡ്. ബാജിറാവ് തേർഡ് ആണ് ത്രിംബകേശ്വർ ടെമ്പിൾ ഉണ്ടാക്കിയത്, കൺസ്ട്രക്ട് ചെയ്തത്. സ്ഥലം നാസിക്കിലെ മഹാരാഷ്ട്രയിലാണ്. ഇനി ഇവിടുന്ന് തന്നെ ത്രിംബകേശ്വർ എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഗോദാവരി റിവറിന്റെ ഒറിജിൻ. ഗോദാവരി റിവർ നമ്മളറിയാം, നാസിക് എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കുന്ന റിവറാണ് ഗോദാവരി റിവർ. ഇതിന്റെ ഒറിജിനും ഈ ത്രിംബകേശ്വർ ടെമ്പിളിനോട്, അല്ലെങ്കിൽ ആ ത്രിംബകേശ്വർ എന്ന് പറയുന്ന പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്നതാണ്. പിന്നെ ചോദിച്ച ചോദ്യമാണ് MS സുബ്ബലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. MS സുബ്ബലക്ഷ്മി നമുക്കറിയാം ക്യൂൻ ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് അറിയപ്പെടുന്നത് അല്ലേ, ക്യൂൻ ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് അറിയപ്പെടുന്നത്. ക്യൂൻ ഓഫ് കർണാട്ടിക് മ്യൂസിക്കിന്റെ ക്യൂൻ എന്നറിയപ്പെടുന്നത് MS സുബ്ബലക്ഷ്മിയാണ്. ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? ഇവർക്ക് ഭാരതരത്ന കിട്ടുന്ന വർഷം എന്നാണ് 1998. ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? ഷി വാസ് ദ ഫസ്റ്റ് വുമൻ ടു ഗെറ്റ് ഭാരതരത്ന. അതായത് മ്യൂസീഷ്യൻ. ഭാരതരത്ന കിട്ടുന്ന ആദ്യത്തെ മ്യൂസീഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം MS സുബ്ബലക്ഷ്മിയാണ്. അതുകൊണ്ടാണ് ആ വർഷം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പോൾ 1998. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യമാണ് ലീസ്റ്റ് പോപ്പുലേഷൻ യൂണിയൻ ടെറിട്ടറിയാണ് ചോദിച്ചത്. ഏറ്റവും പോപ്പുലേഷൻ സെൻസസ് പ്രകാരം, സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസസിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ യൂണിയൻ ടെറിട്ടറിയാണ് ചോദിച്ചത്. ഏതാ ഉത്തരം? ഉത്തരം അറിയുന്നത് പറഞ്ഞേ. ഏതാണ് ലീസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി? ലക്ഷദ്വീപ് അല്ലേ, ലക്ഷദ്വീപാണ് കേട്ടോ. പോപ്പുലേഷൻ എന്ന് വെറുതെ ചോദിച്ചാൽ ലക്ഷദ്വീപാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻഡമാൻ നിക്കോബാർ പറയും. ഇത് വെറും പോപ്പുലേഷൻ എന്നാണ് ചോദിച്ചത്. പോപ്പുലേഷൻ ഏറ്റവും കുറവായിട്ടുള്ള യൂണിയൻ ടെറിട്ടറി എന്നാണ് ചോദിച്ചത്. ഇനി സ്റ്റേറ്റ് ആണെങ്കിലോ, ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റ് ചോദിച്ചാൽ അത് സിക്കിമാണ് കേട്ടോ. സിക്കിം ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റ് ചോദിച്ചാൽ സിക്കിമാണ്. അതേസമയം പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാലോ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. ജിംനോസ്പേംസുമായിട്ട് ബന്ധപ്പെട്ട ബയോളജിയിലെ ജിംനോസ്പേംസുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ ആണ് ചോദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജിംനോസ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേക്കഡ് സീഡ്സ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ് ആണ്, നേക്കഡ് സീഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ അത് നമ്മൾ പഠിക്കുന്നതാണ് ജിംനോസ്പേംസ്. അപ്പോൾ അതിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്. ജിംനോസ്പേംസിന് നോ ഫ്ലവർ ആയിരിക്കും, ഫ്ലവർ ഉണ്ടായിരിക്കില്ല. അതുപോലെ സീഡ്സ് എന്ന് പറയുന്നത് നേക്കഡ് സീഡാണെന്ന് പറഞ്ഞു. സീഡുകൾ ഒരു ഫ്രൂട്ടിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്നതായിരിക്കില്ല. അതാണ് ജിംനോസ്പേംസിൻ്റെ അടുത്ത പ്രത്യേകത. ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താ പ്രത്യേകത? അത് നീഡിൽ ലൈക്ക് ആയിട്ടുള്ള ലീവ്സ്, നീഡിൽ പോലത്തെ ലീവ്സ് ആയിരിക്കും ഈ ജിംനോസ്പേംസിന് കാണുന്നത്. ഇതൊക്കെ ജിംനോസ്പേംസിൻ്റെ പ്രത്യേകത. ഒന്നുകൂടെ പറയട്ടെ, ജിംനോസ്പേംസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. നേക്കഡ് സീഡ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫ്ലവർ ഉണ്ടാവില്ല. പിന്നെ സീഡ്സ് ഒരിക്കലും ഒരു ഫ്രൂട്ടിനകത്ത് എൻക്ലോസ് ചെയ്തായിരിക്കില്ല കാണുന്നത്, നേക്കഡ് ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നീട് നീഡിൽ ലൈക്ക് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും കാണുന്നത്. പിന്നെ മാത്രമല്ല ഇത് കോൾഡർ, വളരെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ, സ്നോഫോൾ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ജിംനോസ്പേംസ് ഒക്കെ കാണപ്പെടുന്നത്. സ്നോഫോള്, പ്രസിപ്പിറ്റേഷൻ ഒക്കെയുള്ള വളരെ കോൾഡർ റീജിയൻസിലാണ് കാണുന്നത്. ഇനി എക്സാമ്പിൾസ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്തൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്? ദിയോഡർ, അതുപോലെ പൈനസ്, അതുപോലെ സൈക്കാസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ജിംനോസ്പേംസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വി സത്യനാരായണം ശർമ്മ ഇസ് എക്സ്പോണന്റ് ഓഫ് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നാണ് ചോദ്യം.
മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ല, ഏത് ഡാൻസ് ഫോംസുമായിട്ട് ബന്ധപ്പെട്ട എന്തിൻ്റെ എക്സ്പോണൻ്റ് ആണെന്നാണ് ചോദിച്ചത്. ഏത് ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണാലിറ്റി. സ്ഥിരമായിട്ട് സ്റ്റാറ്റിക് GK പാർട്ടിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ. ഡാൻസ് ഫോംസ് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റീസ്, മ്യൂസീഷ്യൻസ്, ഇങ്ങനെയുള്ളത് സ്ഥിരമായിട്ട് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ചോദിച്ച വി സത്യനാരായണൻ ശർമ്മ ഏത് ഡാൻസ് ഫോമുമായിട്ട് എന്തിൻ്റെ എക്സ്പോണൻ്റ് ആണെന്നാണ് ചോദ്യം. ഉത്തരം കുച്ചിപ്പുടിയുടെ എക്സ്പോണൻ്റ് ആണ് കേട്ടോ. കുച്ചിപ്പുടിയുടെ എക്സ്പോണൻ്റ് ആണ്. അടുത്ത ചോദ്യം സ്വരാജ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്വരാജ് പാർട്ടി ഫോം ചെയ്ത വർഷം 1923 ജനുവരി 1. 1923 ജനുവരി 1 INC-യിൽ നിന്ന് മാറിയിട്ട് CR ദാസും അതുപോലെ മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി ഫൗണ്ട് ചെയ്യുന്നത്. 1923 ജനുവരി 1 CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. ഓക്കെ. അടുത്ത ചോദ്യം ആഗ്ര സിറ്റിയെ പറ്റിയാണ്. ആഗ്ര സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ആരാണ് ആഗ്ര സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമ്മളിപ്പം പറയുന്ന ആഗ്ര സിറ്റി വളരെ പണ്ടേ ഉള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു സിറ്റിയാണെന്ന് നമുക്കറിയാം. ഈ ഒരു സിറ്റിയുടെ ഫൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഫൗണ്ട് ചെയ്തതെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഡൽഹി സുൽത്താനേറ്റ് റൂളറായ സിക്കന്ദർ ലോധിയാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഓക്കെ. ആഗ്ര സിറ്റിയുടെ ഫൗണ്ടർ ചോദിച്ചാൽ സിക്കന്ദർ ലോധിയാണ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ റൂളറാണ്, മുസ്ലിം റൂളറായ സിക്കന്ദർ ലോധിയാണ് ആഗ്ര സിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം 2011 സെൻസസ് 2011 സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ഫേസസ് ആയിട്ടാണ് 2011 സെൻസസ് കണ്ടക്ട് ചെയ്തതെന്നാണ് ചോദ്യം. എത്ര ഫേസുകളായിട്ടാണ് കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ 2 ഫേസുകളായിട്ടായിരുന്നു 2011 സെൻസസ് കണ്ടക്ട് ചെയ്തത്. അത് 15ാമത്തെ സെൻസസ് ആണ്. എത്രാമത്തെ സെൻസസ് ആണെന്ന് ചോദിച്ചാൽ 15ാമത്തെ സെൻസസ് ആയിരുന്നു. 2 ഫേസുകളായിട്ടാണ് കണ്ടക്ട് ചെയ്ത്. ഫേസ് 1 എന്ന് പറയുന്നത് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് ആയിരുന്നു. ഇത് 2010 ഡിസംബറിന് മുമ്പ് തന്നെയാണ് ഈ ഒരു ഫേസ് കണ്ടക്ട് ചെയ്ത്. പിന്നെ 2011 ഫെബ്രുവരി സമയമായപ്പോഴത്തേക്കാണ് ഇതിൻ്റെ 2ാമത്തെ ഫേസ് ആയിട്ടുള്ള പോപ്പുലേഷൻ എന്യൂമറേഷൻ കണ്ടക്ട് ചെയ്തത്. ഇങ്ങനെ 2 ഫേസസ് ആയിട്ടാണ് 2011 സെൻസസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞത്. 2 ഫേസസ് അതാണ് ഉത്തരം. അടുത്ത ചോദ്യം വാട്ട് വാസ് ആഡഡ് ആസ് 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് ആഡ് ചെയ്തത് എന്ത്? നമുക്കറിയാം ഇനിഷ്യലി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിലവിൽ വരുമ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിലവിൽ വരുന്നത് 42ാമത്തെ അമെൻമെൻറ്റ് വഴി 42nd അമെൻമെൻറ്റ് വഴി 1976 42nd അമെൻമെൻറ്റ് വഴിയാണ് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. ഇത് കഴിഞ്ഞ് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി വരുന്നുണ്ട്. അത് 86ാമത്തെ അമെൻമെൻറ്റ് വഴി 2002 നിലവിൽ വരുന്നത്. 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 21A ആർട്ടിക്കിൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന അടുത്തൊരു കാര്യമാണ് 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചൈൽഡിന് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഒരു ചൈൽഡിന് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് പാരൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് പറയുന്ന 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത് 86ാമത്തെ അമെൻമെൻറ്റ് വഴി 2002. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ ട്രിവാൻഡ്രം ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ കൊട്ടാരക്കര ബ്രാഞ്ച് ഉണ്ട്, കൊല്ലം ബ്രാഞ്ച് ഉണ്ട്, കാലിക്കറ്റ് ബ്രാഞ്ച് ഉണ്ട്. ഇവിടെയൊക്കെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. ട്രിവാൻഡ്രം ബ്രാഞ്ചിന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊട്ടാരക്കര ഇനി പുതിയ ബാച്ച് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജൂൺ 3 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൊല്ലത്തും അതുപോലെ തന്നെ ജൂണിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇനി ഇതല്ല, SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഓൺലൈൻ കോഴ്സസ് കറൻ്റ്ലി അവൈലബിൾ ആണ്. SSCയുടെ CGLൻ്റെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ CHSLൻ്റെ കോഴ്സ് ഉണ്ട്. CHSL എക്സാം നെക്സ്റ്റ് ഡേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. അതുപോലെ തന്നെ SSC GD, RPF, റെയിൽവേയുടെ RPF, NTPC ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ എൻറോൾ ചെയ്തോളുക. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. ഓൺലൈൻ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട എൻക്വയറി ആണെങ്കിൽ 8075753676. ഓക്കെ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യമാണ് ഇൻഡസ് വാലിയുടെ പോർട്ട് സിറ്റി ആയിരുന്ന ഏത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് ഉള്ള ചോദ്യമാണ്. ഇൻഡസ് വാലിയിലെ പോർട്ട് സിറ്റി ഏതാണ്? പോർട്ട് സിറ്റി എന്നറിയപ്പെടുന്നത് ലോത്തൽ അല്ലേ? ലോത്തലാണ് പോർട്ട് സിറ്റി, ഇൻഡസ് വാലിയിലെ പോർട്ട് സിറ്റി എന്നറിയപ്പെടുന്നത്. ഇനിയും ഗ്രേറ്റ് ബാത്ത്, അതുപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത് അറിയില്ലേ? ഗ്രേറ്റ് ബാത്ത്, അതുപോലെ ഗ്രേറ്റ് ഗ്രാനറി ഇതൊക്കെ കണ്ടത് ഏത് ലൊക്കേഷനിലാണെന്ന് ചോദിച്ചാൽ
മോഹൻജദാരോ അറിയാവുന്ന ലൊക്കേഷനല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഹൻജദാരോ എന്ന് പറയുന്ന ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ ഇൻഡസ് റിവറിൻ്റെ തീരത്താണ്. ഇൻഡസ് റിവറിൻ്റെ തീരത്താണ് കണ്ടുപിടിച്ചത്. ആരാണ് ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ R.D. ബാനർജി. R.D. ബാനർജി. അതുപോലെ നമുക്കറിയാം അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ലൊക്കേഷനാണ് ഹാരപ്പ. ഹാരപ്പ ഏത് റിവറിൻ്റെ തീരത്താണെന്ന് വെച്ചാൽ രവി റിവറിൻ്റെ തീരത്താണ്. കണ്ടുപിടിച്ചത് ആരാണ്? ദയാറാം സാഹിനി അല്ലേ, ദയാറാം സാഹിനി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ബാക്ടീരിയ ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് കേർഡ് ഫ്രം മിൽക്ക്? മിൽക്കിൽ നിന്ന് കേർഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് മിൽക്കിൽ നിന്ന് കേർഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ലാക്ടോബാസിലസ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് വിച്ച് ആക്ട് എൻഡഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് മൊണോപ്പൊളി ഓവർ ട്രേഡ് വിത്ത് ഇന്ത്യ? ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി അല്ലെങ്കിൽ വെറുതെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് ചാർട്ടർ ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ പഠിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചൈനയുമായിട്ടുള്ള ട്രേഡ് മൊണോപ്പൊളി നിർത്തലാക്കാൻ കാരണമായ ആക്ട് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ചോദ്യം? ഉത്തരം ഏതാണ്? ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്ട് 1833, 1833 ചാർട്ടർ ആക്ട് ആണ്. അടുത്ത ചോദ്യം നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ യൂത്ത് ഡേ നമുക്കറിയാം എന്നാണ്, ജനുവരി 12. ആരുടെ ബർത്ത്ഡേ ആണ്? വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇനി ഇൻ്റർനാഷണൽ യൂത്ത് ഡേ വേണമെങ്കിൽ ചോദിക്കാം. ഇൻ്റർനാഷണൽ യൂത്ത് ഡേ ചോദിച്ചാൽ എന്താണ്? ഓഗസ്റ്റ് 12 ആണ്. ഓഗസ്റ്റ് 12 2000 മുതലാണ്, 2000 മുതലാണ് ഓഗസ്റ്റ് 12 ഇൻ്റർനാഷണൽ യൂത്ത് ഡേ ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAIയുടെ ചെയർമാൻ ആര്? ഹു ഇസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ? ഉത്തരം എന്താണ്? SK യാദവ് അല്ലെങ്കിൽ സന്തോഷ് കുമാർ യാദവ്. സന്തോഷ് കുമാർ യാദവ് ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. അപ്പോയിൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ്സ് വീണ്ടും ക്വസ്റ്റ്യൻസ് ഇന്നലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം ഹരിസേന വാസ് ദ കോർട്ട് പോയറ്റ് ഓഫ്? ആരുടെ കോർട്ടിലെ പോയറ്റ് ആയിരുന്നു ഹരിസേന? ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ. സമുദ്രഗുപ്തൻ്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു ആര്? സമുദ്രഗുപ്തൻ്റെ കോർട്ട് പോയറ്റ് ആയിരുന്നു ഹരിസേനൻ. ഓക്കെ, അടുത്ത ചോദ്യം ബിഗ്ഗസ്റ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇന്ത്യയിലെന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സോളാർ പാർക്ക് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എവിടെയാണത്? ബഡ്ല സോളാർ പാർക്ക് എവിടെയാണ്? രാജസ്ഥാനിൽ സോളാർ പവർ പ്ലാന്റ് ആണ്. രാജസ്ഥാനിൽ ഥാർ ഡെസേർട്ടിൽ ഏകദേശം 14,000 ഏക്കർ സ്ഥലത്ത് ഥാർ ഡെസേർട്ടിൽ നീണ്ടു കിടക്കുന്ന വലിയ പ്രദേശത്തിൽ ഏകദേശം 2250 വരുന്ന മെഗാവാട്ട്, 2245 ആണെന്ന് തോന്നുന്നു, 2245 മെഗാവാട്ട് ഇത്രയും പവർ ജനറേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് ആണ് ബഡ്ല സോളാർ പാർക്ക് ഇൻ രാജസ്ഥാൻ. അടുത്ത ചോദ്യം ഫസ്റ്റ് സിമെൻറ്റ് ഫാക്ടറി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ സിമെൻറ്റ് ഫാക്ടറി എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1904 ചെന്നൈ. 1904 ചെന്നൈയിലാണ് ഫസ്റ്റ് സിമെൻറ്റ് ഫാക്ടറി ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം പവർ ഹൗസ് ഓഫ് സെല്ലിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയ അല്ലേ. ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പവർ ഹൗസ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ഫസ്റ്റ് സെല്ല് കണ്ടുപിടിക്കുന്ന ആരാണ്? ഫസ്റ്റ് സെല്ല് ലിവിങ് സെല്ലല്ല, ഫസ്റ്റ് സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ് ഫസ്റ്റ് സെല്ല് കണ്ടുപിടിച്ചത്. ഇനി ഫസ്റ്റ് ലിവിങ് സെല്ല് കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിച്ചാൽ ആന്റോൺ വോൺ ലൂവൻഹോക്കാണ് ഫസ്റ്റ് ലിവിങ് സെല്ല് കണ്ടുപിടിക്കുന്നത്. അടുത്ത ചോദ്യമാണ് ബത്തുക്കമ്മ ഫെസ്റ്റിവൽ. ഇത് സ്ഥിരമായിട്ട് ഈയിടെയുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബത്തുക്കമ്മ ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ബത്തുക്കമ്മ സെലിബ്രേറ്റ് ചെയ്യുന്ന 2 സ്റ്റേറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ്. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമാണ് ബത്തുക്കമ്മ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് ബുൾസ് ഐ എന്ന് പറയുന്ന ടേം സ്പോർട്സ് റിലേറ്റഡ് ആണ്. ബുൾസ് ഐ എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് ബുൾസ് ഐ. അടുത്ത ചോദ്യം TN കൃഷ്ണ. അതും അടുത്തൊരു പേഴ്സണാലിറ്റി റിലേറ്റഡ് ആണ്. TN കൃഷ്ണ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. TN കൃഷ്ണൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വയലിൻ. ഈസ് റിലേറ്റഡ് ടു വയലിൻ. അടുത്ത ചോദ്യം വിച്ച് നാഷണൽ ഹൈവേ ഈസ് നോൺ ആസ് ഷേർഷാ സൂരി മാർഗ് എന്നറിയപ്പെടുന്നത് ഏത് നാഷണൽ ഹൈവേ ആണ്? NH
നാഷണൽ ഹൈവേ 1-നെയാണ് ഷേർഷാ സൂരി മാർഗ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം വീണ്ടും ഫെസ്റ്റിവൽ റിലേറ്റഡ് ആണ്. മൊവാട്സു ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലെ ഫെസ്റ്റിവലാണ്? മൊവാട്സു ഫെസ്റ്റിവൽ നാഗാലാൻഡിലെയാണ്. നാഗാലാൻഡിലെ ആവോ എന്ന് പറയുന്ന ട്രൈബൽ പീപ്പിൾ, ആവോ എന്ന് പറയുന്ന ട്രൈബൽ പീപ്പിൾ മെയ് മന്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് മൊവാട്സു ഫെസ്റ്റിവൽ. ഇതുപോലെ തന്നെ നാഗാലാൻഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ നമ്മൾ എപ്പോഴും പറയാറുള്ള ഏതാണ്? ഹോൺബിൽ ഫെസ്റ്റിവലും നാഗാലാൻഡിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഡിസംബർ മാസം 1 മുതൽ 10 വരെയുള്ള ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അടുത്ത ചോദ്യമാണ് യു പിയുടെ ഗവർണേഴ്സും ചീഫ് മിനിസ്റ്റേഴ്സും ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. യു പിയിലെ ഗവർണർ നമുക്കറിയാം ആനന്ദീബെൻ പട്ടേലാണ്. യു പിയിലെ ചീഫ് മിനിസ്റ്റർ നമുക്കറിയാം ആരാ? യോഗി ആദിത്യനാഥാണ്. ഇവിടെ ചോദിച്ചത് ഗവർണറാണ് ചോദിച്ചത്. ചിൽക്ക ലേക്ക് ഏത് സ്റ്റേറ്റിലാണെന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചത്? ഒഡീഷ. ചിൽക്ക ലേക്ക് ഒഡീഷയാണ്. അടുത്തൊരു ചോദ്യം ചിരാഗ് സ്കീം ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കീമാണെന്നാണ് ചോദിച്ചത്? ഉത്തരം ഹരിയാന ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട കുട്ടികൾക്ക് പ്രൈവറ്റ് സ്കൂളിൽ ഫ്രീ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കീമാണ്. 2 മുതൽ +2 വരെ, 2ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പ്രൈവറ്റ് സ്കൂളിൽ ഫ്രീ എഡ്യൂക്കേഷൻ, പ്രൈവറ്റ് സ്കൂളിൽ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന 2 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്. അങ്ങനെ ഒരു സ്കീമാണ് ചിരാഗ് സ്കീം. ഓക്കെ, അടുത്ത അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചു. നമുക്കറിയാം ആർട്ടിക്കിൾ 76 നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ആരാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എന്ന് ചോദിച്ചാൽ ആർ വെങ്കട്ടരമണിയാണ് നമ്മുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യമാണ് വൈ ആം ആൻ എത്തിസ്റ്റ് ഇസ് ദ ബയോഗ്രഫി ഓഫ്, അറിയാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് അല്ലേ? വൈ ഐ ആം ആൻ എത്തിസ്റ്റ് ആരുടെ ബുക്കാണ്? ഭഗത് സിംഗിൻ്റെ ബുക്കാണ്. ഭഗത് സിംഗിൻ്റെ ബയോഗ്രഫിയാണ് ഭഗത് സിംഗ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷനിലാണ് അനൗൺസ് ചെയ്തത്? ഏത് സെഷനിലാണ്? 1929 ലാഹോർ സെഷനാണ്. അതിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. അടുത്ത ചോദ്യമാണ് FSSAI ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട FSSAIയുടെ ചെയർമാനും ചോദിച്ചു. വീണ്ടും അപ്പോയിൻമെൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെയാണ് ചോദിക്കുന്നത്. അപൂർവ ചന്ദ്ര ആസ് ഓഫ് December 22 ആണ് ചോദിച്ച ചോദ്യം. ആസ് ഓഫ് December 22, 2022 ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് FSSAI എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആ ഒരു സമയം മുതലുള്ള കറണ്ട് അഫയേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ജൂൺ 20 ചോദിച്ച ചോദ്യങ്ങളാണ്, ജൂൺ 20 ചോദിച്ച പലതരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും ഇനി ഇതേ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ ചിലപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.